Trust. Mr. Jawad is also the son of Dr. M.S. Abdul Qadir. ബഹുമാന്യനായ അധ്യക്ഷൻ കബീർ ഹുസൈൻ, ഇന്നത്തെ മുഖ്യാതിഥി എൻ്റെ സുഹൃത്ത് എൻ ശിവറാം, നമുക്കൊക്കെ പ്രിയങ്കരനായ ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രൊഫസർ ആമുഖ് സർ, എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ പി വി അബ്ദുൽ ഹമീദ് സാർ, എൻ്റെ പിതാവിൻ്റെ ശിഷ്യനും എൻ്റെയും കൂടെ ശിഷ്യനായ ഇബ്രാഹിം മൗലവി, ഏറെ പ്രിയങ്കരനായ ഇന്ത്യ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഖ, ഈ വാർഡിൻ്റെ കൗൺസിലർ, രാധിക അശോക്, പ്രിയ സുഹൃത്തുക്കളെ എന്ന് വിളിക്കുമ്പോൾ രണ്ട് തരം സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഒന്ന് എൻ്റെ സഹപാഠികൾ, രണ്ട് ഇപ്പോൾ എനിക്ക് സുഹൃത്തുക്കളായ ഈ ഹോസ്റ്റലിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. ഇങ്ങനെ ഒരു അവസരം, അതായത് ഒരു ഡോക്ടർ എം എസ് അബ്ദുൽ ഖാദർ എൻഡോവ്മെന്റ് അവാർഡ്, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതാണെങ്കിലും ഇതൊരു വലിയ ചിന്തയുടെ ഭാഗമായി നമ്മൾ ഏർപ്പെടുത്തേണ്ടി, നമ്മുടെ ഒരു യാത്രയിൽ നമ്മൾ ഉണ്ടായി വന്ന ഒരു മൈൽ സ്റ്റോണാണ്. 2012 MBAയുടെ പഴയ വിദ്യാർത്ഥികൾ 90കളിലും 80കളിലും 70കളിലും ഒക്കെ പഠിച്ച വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി MBAക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു ചിന്ത ഉണ്ടാവുകയും, അത് അന്ന് കൂടിച്ചേർന്നത് സൗഹൃദം പങ്കുവെക്കാനാണെങ്കിലും അതിന്റെ ഫലമായി ഈ MBAയുടെ മുഖം ഒന്ന് മാറ്റണം എന്ന് തന്നെ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് തുടക്കത്തില് MBAയുടെ അസറ്റ് ഇംപ്രൂവ്മെന്റിലും കുറെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും ഒക്കെ ആയിരുന്നുവെങ്കിൽ, പിന്നീട് അലുമിനികളിൽ പലരും നമ്മളോട് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടി കുറെ വിദ്യാർത്ഥികളെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നതിനപ്പുറം ക്വാളിറ്റിയുള്ള കുറച്ച് എഞ്ചിനീയർമാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണം ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ. അതിന്റെ ഭാഗമായി നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിൽ നിന്നൊരു ചെറിയ മാറ്റം ഉണ്ടാക്കി. അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കുട്ടികളുടെ അവരുടെ അക്കാഡമിക് എക്സലൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്താൻ തുടങ്ങി. അതിന്റെ ഭാഗമായി ചില പ്രോഗ്രാമുകളും ഒക്കെ നടന്നു. നമ്മളിവിടെ ഒരു ഡിജിറ്റൽ കൊളോക്കിയം എന്ന പേരിൽ ഒരു സംവിധാനം ഉണ്ടാക്കി. അതായത് കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനും അവർക്ക് കാര്യങ്ങള് അവരുടെ പ്രസന്റേഷൻ സ്കിൽസ്, ഐഡിയേഷൻ സ്കിൽസ് ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഈ വിദ്യാർത്ഥികൾ, MBAയിലെ വിദ്യാർത്ഥികള് കോളേജിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കോളേജിന്റെ അഭിമാനമാവുന്ന രീതിയിലേക്ക് മാറണം എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ അങ്ങനെ തുടങ്ങി വന്നപ്പോഴാണ് ഒരു അവാർഡിന്റെ കാര്യം നമ്മളുടെ ശ്രദ്ധയിലേക്ക് വന്നു. അലൂമിനികളെല്ലാം കൂടെ ആലോചിച്ചു. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കോളേജിന്റെ ഈ ഹോസ്റ്റലിന്റെ തുടക്കം മുതൽ തന്നെ
ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെലവഴിച്ച ഡോക്ടർ എം എസ് അബ്ദുൽ ഖാദറിന്റെ പേരിൽ ഒരു അവാർഡ്, അതിന്റെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ നടന്ന ഒരു ഇവാലുവേഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ അസസ്മെന്റ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഒരാളെ കണ്ടെത്തുന്നത്. അപ്പോ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പെങ്ങളും ജ്യേഷ്ഠനും അത് അംഗീകരിക്കുകയും അതിനാവശ്യമായ ഒരു ഫണ്ട് അവര് എംബിഎക്ക് പ്രൊവൈഡ് ചെയ്തതിന്റെ ആ ഫണ്ടിൽ നിന്നാണ് നമ്മളിങ്ങനെ അവാർഡ് ഏർപ്പെടുത്തിയത്. അപ്പൊ ആ അവാർഡിന് ഒരുമിച്ച് കൂടിയ ഓരോ വർഷവും നമ്മൾ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നതിനോടൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വൈജ്ഞാനിക തലത്തിൽ കുറച്ച് ഉയർച്ച ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ടോക്ക് കൂടെ അതിന്റെ കൂടെ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പൊ അതിന് പറ്റിയ ഒരാളെയാണ് നമ്മളെപ്പോഴും ആ ഒരു അവാർഡ് ദാനത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തുന്നത്. ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ ഉള്ളത് ഡോക്ടർ ശ്രീ എൻ ശിവറാമാണ്. അദ്ദേഹത്തിന്റെ പേരില്ലാതെ തന്നെ നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ നേട്ടങ്ങൾ ഇപ്പോൾ സ്ഥിരമായി പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ആർക്കൊക്കെ വേണ്ടിയിട്ടോ പുതിയ പുതിയ കപ്പലുകൾ നിർമ്മിച്ചു നൽകുന്നു, നേവിക്ക് നിർമ്മിച്ചു നൽകുന്നു, വിദേശ രാജ്യങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്നു. അങ്ങനെ പല പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി അവർക്കൊക്കെ പുതിയ ഷിപ്പുകൾ നിർമ്മിച്ചു നൽകുന്ന ഒരു ദൗത്യം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഒരു അവഗണിക്കാനാവാത്ത തരത്തിൽ ഇന്ത്യയിലെ മികച്ച പൊതുമേഖലാ സംരംഭങ്ങളിൽ ഒന്നാണ്. അത് ആക്കിയെടുത്തതിൽ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എൻ ശിവറാമിനുള്ള പങ്ക് ചെറുതല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കുകയാണ്. അദ്ദേഹമാണ് അതിനു വേണ്ടിയിട്ട് ഏറ്റവും ശ്രമിക്കുകയും അത് അങ്ങനെ ആക്കി തീർക്കുകയും ചെയ്തത് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സിൽവർ ജൂബിലി ആഘോഷിച്ചപ്പോൾ അന്ന് ചെയർമാനായിരുന്നു ശ്രീ കബീർ ഹുസൈൻ. MBA സിൽവർ ജൂബിലി ആഘോഷിച്ചപ്പോൾ 4 കൊല്ലത്തിന് ശേഷം MBA സിൽവർ ജൂബിലി ആഘോഷിച്ചപ്പോൾ അതിന്റെ ചുക്കാൻ പിടിക്കാനും ശ്രീ കബീർ ഹുസൈൻ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് MBAയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ ഒക്കെ തലപ്പത്ത് തന്നെ നമ്മുടെ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ഈ എൻഡോം കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന കബീർ ഹുസൈൻ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങൾക്കും, മുമ്പ് പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുകയും അതിനുവേണ്ടി നന്നായി തന്നെ ചിന്തപരമായും കായികപരമായും ഉത്സാഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കബീർ ഹുസൈനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം. MBAയുടെ പ്രസിഡന്റ് പ്രൊഫസർ എൻ അഹമ്മദ് സാർ ഇവിടെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തൊട്ട് തന്നെ MBA ഹൃദയത്തിലേറ്റിയ ഒരാളാണ്.
എംഇഎയുടെ അന്ന് മുതൽ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയായിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥികളുടെയും ചെറിയ കാര്യങ്ങളിൽ പോലും പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൽ നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് പ്രസിഡന്റിന്റെയും കൂടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസർ എൻ അഹമ്മദ് സാറിനെ ഞാൻ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഹമീദ് സാർ എന്റെ ഗുരുനാഥനാണ്. എംഇഎ തുടങ്ങിയ കാലം മുതൽ എംഇഎയുടെ ഭാഗമാണ്. എംഇഎയുടെ വൈസ് പ്രസിഡന്റ് ആണ്. എന്റെ പിതാവിന്റെ ഡോക്ടർ എം എസ് അബ്ദുൽ ഖാദറിന്റെ ഒരു ഏറ്റവും അടുത്ത ഒരാളാണ്. എപ്പോൾ എന്നെ കണ്ടാലും സാറിന്റെ വിശേഷങ്ങൾ ചോദിക്കുകയും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും എപ്പോ കണ്ടാലും അദ്ദേഹത്തിന്റെ അപദാനങ്ങൾ വാഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രൊഫസർ പി വി അബ്ദുൽ ഹമീദ് സാറിന്റെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് ഖയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. മുഹമ്മദ് ഖ വളരെ ചെറുതായി പറഞ്ഞാൽ ഈ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയല്ല. കാരണം മുഹമ്മദ് ഖ ഇവിടെ ഞങ്ങള് ആദ്യം ഞാൻ 2012 ഇവിടെ ആദ്യമായി നമ്മളൊരു അലൂമിനി ഇത് കൂടിയപ്പോ ആ സമയത്തൊക്കെ നമ്മളിവിടെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുമ്പോ മുഹമ്മദ് ഖ ഉണ്ടാവും. മുഹമ്മദ് ഖ ഇവിടെ ചിലപ്പോ പുല്ലു പറിക്കുകയായിരിക്കും. ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പ് ഒരു മമ്മട്ടി എടുത്തുകൊണ്ട് വന്ന് മാറ്റി ായിരിക്കും. അതല്ലെങ്കിൽ പള്ളിയില് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് തീർക്കുകയായിരിക്കും. അല്ലെങ്കിൽ മുഹമ്മദ് ഖയുടെ തന്നെ പണിക്കാരെ കൊണ്ടുവന്നിട്ട് അവിടെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ചോർച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുകയായിരിക്കും. അങ്ങനെ മുഹമ്മദ് ഖ വെറുതെ വന്നിരുന്ന അധികാരം കാണിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. പണ്ടും അത് ഞങ്ങളിവിടെ പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ആ മുഹമ്മദ് ഖക്ക് ഒരു മാറ്റവും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. മുഹമ്മദ് ഖയും ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. ചെട്ടിയങ്ങാടി പള്ളിയിലെ ഇമാമും ഇബ്രാഹിം ഫലാഹി, പേര് തെറ്റാൻ പാടില്ല, കാരണം വർഷങ്ങൾ ഉള്ള പരിചയമാണ് അദ്ദേഹവുമായിട്ട് എനിക്കുള്ളത്. എന്റെ പിതാവ് ഉറുദു ഇംഗ്ലീഷും പഠിപ്പിച്ചു എന്നുള്ള ബന്ധമാണ് അദ്ദേഹത്തിന് എന്റെ പിതാവുമായിട്ടുള്ളത്. പക്ഷേ അതിലുപരിയായ ഒരു ആത്മബന്ധം ഇവരുടെ ആ ബാച്ചിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും, അവിടുത്തെ അറബി കോളേജിൽ ഞങ്ങളുടെ വീടിന്റെ നേരെ മുമ്പിലുള്ള ഫലാഹി അറബി കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ട്. അതൊക്കെ ഞാൻ തൊട്ടറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ ഫോണിൽ കൂടെ പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അത് ഈ ദൗത്യം ഏറ്റെടുത്തത്. അദ്ദേഹം ഇവിടെ ചേർന്നതിലും ഇങ്ങനെ ഒരു കർമ്മം നിർവഹിക്കാം എന്ന് പറഞ്ഞതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ആത്മാർത്ഥമായി തന്നെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുൽ സലാം മറ്റിന്റെ അദ്ദേഹം ഒരു വളരെ ഒതുങ്ങി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒട്ടും ഒതുങ്ങാൻ കഴിയാത്ത ഒരു വ്യക്തിപ്രഭാവമുള്ള ഒരാളാണ്. ഇസാക് സ്റ്റീലിൽ നിന്നും റിട്ടയർ ചെയ്ത്
ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോ സ്വന്തം സ്ഥലത്ത് തവനൂര് ഒരു ഒതുങ്ങിയ ജീവിതം നയിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടുകൂടി വന്നതാണെങ്കിലും വളരെ സജീവമായി ഇപ്പോഴും പൊതുരംഗത്ത് ഉള്ള ആള്. നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ സജീവമായിട്ട് അദ്ദേഹത്തെ കാണാം. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് സ്റ്റേജിലൊക്കെ കയറാൻ എന്നെ നിർബന്ധിക്കരുതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേജിലില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. എന്തായാലും ഇപ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോ പിന്നെ അദ്ദേഹം കാരണം ആ സ്നേഹമാണ്, ഡോക്ടർ MS അബ്ദുൽ ഖാദറിനോടുള്ള ആ സ്നേഹം മൂലമാണ് അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്തത്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. MBA നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി സമീപിക്കുമ്പോഴൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അതിന് സഹായം ചെയ്യാനും എപ്പോൾ വേണം വിളിച്ചാലും ഓടിയെത്താനും ഒക്കെ സൗമനസ്യം കാണിച്ചിട്ടുള്ള നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ രാധിക അശോക്. നിങ്ങൾ വിദ്യാർത്ഥികൾക്കൊന്നും പരിചയം ഉണ്ടാവില്ല, പക്ഷെ ഈ നാട്ടിലും ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ വളരെ പരിചയായ ഒരു വ്യക്തിത്വമാണ് രാധിക അശോക്. നമുക്ക് ഇവിടെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഓടിയെന്ന, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അതിന് പരമാവധി സഹായം ചെയ്യുന്ന, ഈ സ്ഥാപനത്തോടും ഒക്കെ വളരെയധികം സ്നേഹം കാണിച്ചിട്ടുള്ള രാധിക അശോകിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഹാരിസിനെ ഞാൻ പരിചയപ്പെടുത്തിയാൽ അത് എന്തായാലും പറയാം, അധിക പ്രസംഗം, എന്റെ സമയം കവർന്നെടുക്കൽ മാത്രമാകും. കാരണം ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഡോക്ടർ ഹാരിസ് എന്ന വാർഡനെ പരിചയമുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് കടപ്പാടുകളും. ഇങ്ങനെ ഒരു എൻഡോമെന്റ് അവാർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വെറുതെ ആർക്കെങ്കിലും കൊടുക്കേണ്ട ഒരു സംഗതി അല്ല എന്ന്, അത് കൃത്യമായ ഒരു അസസ്മെന്റിലൂടെ ഏറ്റവും അനുയോജ്യരായ ഒരാൾ കിട്ടണം എന്ന നിലയ്ക്ക് തന്നെ അതിനൊരു പ്രോസസ്സ് തന്നെ ഉണ്ടായി. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് കുറച്ചും കൂടെ ഇംപ്രൊവൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് വളരെ നല്ല രീതിയിൽ അത് പ്രാവശ്യം ഈ പ്രോസസ്സിലൂടെ കടന്നു പോയവരോട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇതിൽ അവസാനം ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ 12 പേർക്കും അതൊരു കിട്ടലായിരുന്നു. കാരണം അതുപോലുള്ള ഒരു പ്രോസസ്. അപ്പോ ഡോക്ടർ ഹാരിസിനെ ഞാൻ ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം. അദ്ദേഹത്തെ ഈ ഇവാലുവേഷൻ പ്രോസസ്സിൽ സഹായിച്ച, അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന, അത് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയി, ഏറ്റവും ആത്മാർത്ഥമായി അത് നല്ല രീതിയിൽ ആക്കി തീർത്ത പ്രൊഫസർ KV മനോജ് കുമാർ എൻ്റെ ബാല്യകാല സുഹൃത്തുകൂടിയാണ്. എത്തിപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഡോക്ടർ ഇസുദ്ദീൻ, ഡോക്ടർ സുഹറ, ഡോക്ടർ ഫസ്നവി, ഡോക്ടർ സജീന ബീബി, പ്രൊഫസർ ഷംല, പ്രൊഫസർ റിയാസ് KK, പ്രൊഫസർ അജ്മൽ, ഇവരൊക്കെ ഈ കോളേജിലെ ഫാക്കൽറ്റീസ് ആണ്. അവർ അറിയാമല്ലോ, ഫാക്കൽറ്റീസ് എന്ന നിലയ്ക്ക് ഒരുപാട് തിരക്കുകളും ഒരുപാട് അക്കാഡമിക് ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ളതിന്റെ ഇടയിലാണ് അവര് ഈ ഒരു സംഗതി വളരെ നല്ല രീതിയിൽ തന്നെ ആവണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സമയം ചെലവാക്കി ഈ ഒരു പ്രോസസ്സ് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സഹായിച്ചത്. അവരെയും ഞാൻ സന്തോഷപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുക. ഡോക്ടർ ഫവാസ് KK നമ്മുടെ ഫാക്കൽറ്റി അല്ല, ഒരു അലൂമിനിയാണ്.
IMUവിന്റെ കൽക്കട്ട ക്യാമ്പസ്, ഇപ്പോൾ IMU കൽക്കട്ട ക്യാമ്പസിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈനിൽ അദ്ദേഹം എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ഇതുപോലെ ഈ ഇവാലുവേഷൻ പ്രോസസ്സിൽ വളരെ നന്നായി പങ്കെടുത്തു. അദ്ദേഹത്തിനും ഇന്ന് ഇപ്പോ അവിടെ അക്കാഡമിക് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സിക്കന്ദർ ഹയാത്ത് 2012 നമ്മള് ഈ അലൂമിനി ഗെറ്റ് ടുഗദർ നടക്കുമ്പോൾ മുതൽ ഇവിടെ ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾക്ക് വരെ അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള സിക്കന്ദർ ഹയാത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയാലും എല്ലാത്തിലും അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും അദ്ദേഹത്തിന്റെ സമയം വളരെയധികം ചെലവഴിച്ചാണ് ഇവിടെ നമ്മളെല്ലാ വികസന പ്രവർത്തനങ്ങളും. അദ്ദേഹത്തെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഹമ്മദ് കുട്ടി സാർ, മുഹമ്മദ് സാറിനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് അസംബന്ധമാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരെയും മുഹമ്മദ് സാറിന് അറിയാം. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്. നിങ്ങളുടെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഔത്സുഖ്യവും ആകാംക്ഷയും ഒക്കെ പുലർത്തിക്കൊണ്ട് സ്വന്തം മക്കളെ പോലെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെയധികം ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വ്യക്തിത്വം എന്നത് അദ്ദേഹമാണ്. ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ ആശംസ അറിയിക്കുന്ന മുഹമ്മദ് കൈഫ് ഇപ്പോ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ എൻഡോമെന്റ് അവാർഡ് ജേതാവാണ്. മുഹമ്മദ് കൈഫിനെയും ഞാൻ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യും. താരിഖ് ഫൈനൽ ഇയർ പ്രൊഡക്ഷൻ. താരിഖിനെ ഓർമ്മിക്കാതെ എനിക്കിവിടെ നിന്ന് മാറാൻ കഴിയില്ല. കാരണം താരിഖ് ചെയ്തു തന്ന സേവനങ്ങൾ, ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് ഇത്രയും ഭംഗിയാക്കുന്നതിൽ താരിഖ് ചെയ്തു തന്ന സേവനങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഇതിന്റെ പോസ്റ്റർ ഡിസൈനിങ്ങില്, ബാക്ക്ഡ്രോപ്പ് ഡിസൈനിങ്ങിലൊക്കെ നിങ്ങൾ കാണുന്ന താരിഖുണ്ട്. അതിനപ്പുറം ഇവിടെ നമ്മള് ഈ കുട്ടികളുടെ അസസ്മെന്റിന്റെ ഭാഗമായിട്ടൊരു പ്രസന്റേഷൻ നടത്തി. അതിന്റെ മുഴുവൻ ടെക്നിക്കൽ സപ്പോർട്ടും താരിഖാണ് ചെയ്തത്. എനിക്കത് വളരെ ആകർഷണീയമായി തോന്നിയത് നമ്മൾ ഹൈബ്രിഡ് മോഡിലാണ് അത് നടത്തിയത്. ആദ്യത്തെ ദിവസം ചെറിയ ചില ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ടായി. പക്ഷെ അത് മനസ്സിലാക്കി ആരും ആവശ്യപ്പെടാതെ തന്നെ അടുത്ത ദിവസം അദ്ദേഹം അതുകൂടി പരിഹരിക്കത്തക്ക വിധത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട് നൽകി. അത് വളരെ മനോഹരമായി നിർവഹിച്ചു. ഫൈനൽ പ്രൊഡക്ഷനില് വിദ്യാർത്ഥിയായ രമ്യയുടെ ഒരു അഭിമാനമായി ആവാൻ പോകുന്ന അദ്ദേഹം ചില സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിട്ട് ഇപ്പോ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ വളരെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഒപ്പം സ്വാഗതം ചെയ്യും.
എൻ്റെ ചില സുഹൃത്തുക്കളുടെ പേരുകൾ കൂടെ ഞാൻ പരാമർശിച്ചു പോട്ടെ. അത് അബൂബക്കർ സാറ്, സാലി, നാസർ, ബിനോയ് യാക്കു. ബിനോയ് എന്ന് മാത്രം പറഞ്ഞാൽ അതങ്ങോട്ട് എനിക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ബിനോയ് യാക്കു എന്നുള്ള ഫുൾ നെയിം പറഞ്ഞത്. ഡോളി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റിട്ടയർ ചെയ്തതാണ്. ബിനോയ് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, തൃശ്ശൂർ അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ഉസ്മാൻ, അങ്ങനെ കുറച്ചു പേര് അബ്ദുറഹ്മാൻ CK പട്ടാമ്പിയിലെ ഒരു സ്റ്റീൽ മുതലാളി, കുറച്ചു പേരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പിന്നെ MBA സഹകരിച്ചു പോകുന്ന, MBA സ്നേഹിക്കുന്ന, MBAയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, MBAയുടെ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ, അംഗങ്ങൾ ഒക്കെ ഈ സദസ്സിലുണ്ട്. അവരെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഹംദാൻ ജേക്കബ്, രണ്ടുപേരാണ്, ഹംദാനും ജേക്കബും, അവരാണ് ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളെ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തുക, ഓരോ പ്രോഗ്രാമത്തിനും ഓരോ ചട്ടവട്ടങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ അവരാണ്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാനു സാബിത്ത് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഫാജു സ്വാലിഹിന്റെ പേര് അവസാനത്തേക്ക് വെച്ചത് അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ്. ഫാജു സ്വാലിഹ് നമ്മുടെ ഈ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയി ഇന്നത്തെ എൻഡോമെന്റ് അവാർഡിന് ഏറ്റവും അർഹനെന്ന് വളരെ ശാസ്ത്രീയമായി ഈ ഇവാലുവേഷൻ കമ്മിറ്റി കണ്ടെത്തിയ ഫാജു സ്വാലിഹിനെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഞാൻ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. സാനു സാബിത്തിനും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും, ഓരോ വിദ്യാർത്ഥികളെയും, മറ്റുള്ളവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്നേഹം.